വയനാട് പുൽപ്പള്ളിയിൽ ചൂട് താങ്ങാൻ കഴിയാതെ 4 പശുക്കൾ ചത്തുപോയെന്ന് നാട്ടുകാർ പറയുന്നു. തീറ്റയും വെള്ളം എടുക്കാതെ 5ഓളം പശുക്കൾ ഇപ്പോൾ അവശ നിലയിലുണ്ടെന്നും അറിയുന്നു. സംഭവം അന്വേഷിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിക്കുന്നു. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് കാളിദാസൻ ദേവദത്തൻ തത്സമയം ചേരുന്നു. കാളിദാസൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ആഷ്മി വിളിക്കുന്ന കാളി എന്നാണല്ലോ. പൊതുവെ അടുത്ത വൃത്തങ്ങളെല്ലാരും എന്നെ അങ്ങനെയാണ് വിളിക്കാറ്. കാളി എന്ന് വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാളിമയാർന്നോളെ എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ട്. പറയൂ, ഇനി കാര്യം പറയൂ, പശു കത്തന്റെ കാര്യം പറയൂ. പറയാറുണ്ട് സ്കിൻ. ഇനി അതെ, നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരാം. നമുക്ക് ഈ ചൂട് താങ്ങാനാവാത്തൊരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തി. എന്തായാലും വേനൽ മഴ ഒരു ചെറിയൊരു ആശ്വാസം തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ചൂടിന് വലിയ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ പുൽപ്പള്ളിയിലാണുള്ളത്. പുൽപ്പള്ളിയിൽ നിരവധി ക്ഷീര കർഷകർ ഉള്ള ഒരു മേഖലയാണ്. ഈ പശുക്കളൊക്കെയാണ് അവരുടെ ഒരു ദിവസേന അവരുടെ വരുമാനം എന്നുള്ളതൊക്കെ ഈ പശുക്കളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ആശങ്ക എന്ന് പറയുന്നത് നിരവധി പശുക്കൾ ഈ ചൂടിനെ തുടർന്ന് ചത്തുപോയി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പുൽപ്പള്ളിയുള്ള അപ്പച്ചൻ ചേട്ടന്റെ ഒരു ഫാമിലാണ്. വീടിനോട് ചേർന്നിട്ടുള്ള ഫാമിലാണ്. 28 കൊല്ലം മുമ്പ് അപ്പച്ചൻ ചേട്ടൻ തുടങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ നിരവധി പശുക്കളുണ്ട്. അതിലൊരു പശുവിന് ഇപ്പോൾ വല്ലാത്തൊരു അവശ നിലയിലേക്കാണ്. ചേട്ടന്റെ 2 പശുക്കളാണ് ചത്തത്. ഇപ്പോൾ ഈ ഒരു പശു അവശ നിലയിലാണ്. അല്പസമയം മുമ്പ് അത് ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കത് എണീറ്റ് നിൽക്കും, പിന്നെ അതിരിക്കും. അങ്ങനെ ഈ ഒരു പ്രദേശത്തുള്ള 2-3 പേരുടെയൊക്കെ 1ഉം 2ഉമായി അങ്ങനെ ഒരു 4 പശുക്കളാണ് ചത്തത്. അപ്പച്ചൻ ചേട്ടന്റെ 2 പശുവാണ് ചത്തത്. വേറെ രവി എന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു പശു ചത്തു. അതേപോലെ അവരുടെയും 2-3 പശുക്കൾ അവശ നിലയിലാണ്. എന്താണ് കാരണം എന്നുള്ളതൊന്നും അവർക്കും വ്യക്തമായിട്ടില്ല. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പച്ചൻ ചേട്ടൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും മെഡിക്കൽ സംഘം ഇതിനെ സംബന്ധിച്ച് ഇതൊരു ചൂട് കാരണമാണ്. ചൂട് കാരണമുള്ള പ്രശ്നങ്ങളുണ്ട്, വളർത്തുമൃഗങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പശുക്കൾ ചത്തതും ചൂട് കാരണമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയൊക്കെ നടക്കും. ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടി തന്നെ ഒരു 6 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘം ഇവിടെ വന്ന് പരിശോധിക്കുമെന്നുള്ളതാണ് നമ്മൾ അല്പസമയം മുമ്പ് ഡോക്ടറുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫാമിന്റെ ഉടമസ്ഥൻ അപ്പച്ചൻ ചേട്ടനുണ്ട്. അപ്പച്ചൻ ചേട്ടാ, ചൂട് തന്നെയാണോ? ചൂട് തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം മറ്റുള്ള ട്രീറ്റ്മെന്റ് ആ സമയം കൊടുത്തിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുത്താണ് ഈ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ 40ഓളം പശുക്കൾ ഉണ്ടായിരുന്നു. കുറെ പശുക്കൾ നമ്മൾ ഒഴിവാക്കി, പ്രായാധിക്യം കൊണ്ട് മാത്രമാണ് ഒഴിവാക്കിയത്. ഈ ഏപ്രിൽ മാത്രം 2 പശുക്കളാണ് ഈ രീതിയിൽ പ്രസവം കഴിയുന്നു, മറ്റുള്ള അവശിഷ്ടങ്ങളൊന്നും മറുപടിയൊന്നും പുറത്തേക്ക് പോരാതെ വരുന്നു, അത് എടുപ്പിക്കുന്നു, തുടർന്ന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു, പിന്നെ ഒന്നും പോകുന്നില്ല. പിന്നെ ഇതിന് വെള്ളം കഴിക്കാതെ ആകുന്നു, ആഹാരം കഴിക്കാതെ ആകുന്നു, പിന്നെ ഇടയ്ക്കൊന്ന് കഴിക്കും, പിന്നെ ഇന്ന് കിടക്ക് തളർച്ച അനുഭവപ്പെടുന്നു. ഗ്ലൂക്കോസ്, കാൽസ്യം മുതലായ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും യഥാസമയത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് തളർന്ന് അവശതയാകുകയാണ്. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോഴും പറയുമ്പോഴും എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴും പശു തളർന്നു പോകുന്നു, അവശതയാകുന്നു. കഴിഞ്ഞ ദിവസം ഈ 23-ാം തീയതി പശു ഏറ്റു വിറച്ച് താഴേക്ക് വീണിഞ്ഞെത്തു. ഏകദേശം 30 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ. ഇപ്പൊ രണ്ടാമത്തെ ഈ അവശതയായി കാണുന്നതും ഏകദേശം 30 ലിറ്റർ അടുത്ത് ഹൈ ഹീൽഡുള്ള പശുക്കൾ തന്നെയാണ്. അതാണ് ഇതുപോലത്തെ ഏറ്റവും തിന്നാതെ അവശതയായിക്കൊണ്ടിരിക്കുന്നത്. ട്രീറ്റ്മെന്റുകൾ ചെയ്യാഞ്ഞിട്ടോ ഒന്നുമല്ല. എന്താണ് പിന്നെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത്, ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു. ഈ പ്രദേശത്ത് മഴ പെയ്ത ചാറ്റൽ മഴ മാത്രം, മറ്റുള്ള പരിസര പ്രദേശങ്ങളിൽ പുൽപ്പള്ളി, ബത്തേരി, മാനന്തവാടി പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുമ്പോഴും ഈ തർപ്പത്തുകാരി, അന്നോത്തുവലി, കബിനിഗിരി, പാടിച്ചിറ പ്രദേശങ്ങളിലെ ചാറ്റൽ മഴ മാത്രം അതോടെ അത്യുഷ്ണം അനുഭവപ്പെടുക. രാത്രി കാലങ്ങളിൽ ഫാൻ ഇടുകയാണ്. നമ്മുടെ ഫാമിലും ഫാൻ ഇടുന്നു. ഇപ്പോൾ 3 നേരമാണ് നിങ്ങൾ നനയ്ക്കുന്നത്. പകൽ ചൂട് താങ്ങാൻ കഴിയാതെ 4 പശുക്കൾ ചത്തു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി കാളിദാസൻ ദേവദത്തൻ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.